ഹാഷ്ടാഗ് ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ ഇന്നലെ നടന്ന 4-ാം T20-യിലുണ്ടായ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന വിവാദമാണ് ഇപ്പോൾ എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും ക്രിക്കറ്റ് വിദഗ്ധർക്കുമിടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇന്ത്യക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത ശിവം ദൂബെക്ക് ബാറ്റിംഗിൻ്റെ അവസാന നിമിഷം ഹെൽമറ്റിൽ ശക്തമായി ബോൾ കൊണ്ട ആഘാതത്തിൽ പിന്നീട് ഫീൽഡിങ്ങിനിറങ്ങാൻ കഴിയാതെ വന്നതോടെ പകരം കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി ടീം ഇന്ത്യ ഹർഷിത് റാണയെയാണ് ഇറക്കിയത്. എന്നാൽ ഇംഗ്ലണ്ടിന് ഇത് വിനയായി മാറുകയും ചെയ്തു. ഇംഗ്ലണ്ടിന് വിജയസാധ്യത ഉണ്ടായിരുന്ന ഇന്നലത്തെ മത്സരം ഇംഗ്ലണ്ടിന്റെ കൈകളിൽ നിന്നും തട്ടിയെടുത്ത് ഇന്ത്യക്ക് വിജയമാഘോഷിക്കാനുള്ള വഴിയൊരുക്കിയതിനു പിന്നിൽ ഹർഷിത് റാണയ്ക്ക് വലിയൊരു പങ്കു തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈയൊരു വിഷയം വലിയ വിവാദമായി മാറിയതും. ICCയുടെ റൂൾ അനുസരിച്ചല്ല ഇന്നലെ ശിവം ദൂബെക്ക് പകരം ഹർഷിത് റാണയെ കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറക്കിയതെന്നായിരുന്നു വിവാദമാക്കിയവർ ഉന്നയിച്ച ആരോപണം. മത്സരശേഷം ഈ കാര്യം വ്യക്തമായി തന്നെ ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലർ ഉന്നയിക്കുകയും ചെയ്തതോടെ ക്രിക്കറ്റ് ലോകത്ത് ഈ വിഷയം വലിയൊരു വിവാദത്തിനും ചർച്ചയ്ക്കും വഴിമാറുകയായിരുന്നു. ICCയുടെ റൂൾ അനുസരിച്ച് കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങുന്ന പ്ലെയർ കൺകസ്റ്റായ അതേ താരത്തിന്റെ റോൾ വഹിക്കുന്ന പ്ലെയർ തന്നെ ആയിരിക്കണം. എന്നാൽ ഇന്നലെ നടന്നത് കൂടുതൽ വിവാദമാകാൻ കാരണം ശിവം ദൂബെയും ഹർഷിത് റാണയും ഒരിക്കലും ഒരേ റോൾ വഹിക്കുന്ന രണ്ട് താരങ്ങളല്ല എന്നതിനാലാണ്. ശിവം ദൂബെയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഓൾറൗണ്ടർ ബാറ്ററാണ്. മികച്ച രീതിയിൽ ബാറ്റിംഗ് ചെയ്യുന്ന താരമാണ് അദ്ദേഹം. എന്നാൽ ഹർഷിത് റാണ ദൂബെയെപ്പോലെ ബാറ്റിംഗ് സ്ഥാനം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു പ്ലെയറല്ല. ഹർഷിത് റാണ പ്രധാന പേസ് ബോളർമാരുടെ റോൾ വഹിക്കുന്ന ഒരു കളിക്കാരനാണ്. എന്നാൽ ദൂബെ ആകട്ടെ അങ്ങനെയുമല്ല. അദ്ദേഹം ഒരു ബാറ്ററായിട്ടാണ് ടീമിന്റെ ഭാഗമാകാറുള്ളത്. ഹർഷിത് റാണയെ വെച്ച് നോക്കുമ്പോൾ ശിവം ദൂബെ ഇതുവരെ 12 T20 മത്സരം കളിച്ചതിൽ വെറും 9 ഓവർ മാത്രമാണ് ബൗൾ ചെയ്തിട്ടുള്ളത്. ഹർഷിത് റാണ ബൗളിങ്ങിന്റെ കാര്യത്തിൽ ദൂബെയേക്കാൾ കൂടുതൽ ഓവറുകൾ T20-യിൽ തന്നെ എറിഞ്ഞിട്ടുള്ള ഒരു താരം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ICCയുടെ റൂൾ അനുസരിച്ച് ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ് എന്നത് ശിവം ദൂബെയുടെയും ഹർഷിത് റാണയുടെയും കാര്യത്തിൽ എന്നാണ് വിവാദം ഉന്നയിച്ച ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ അടക്കമുള്ളവരുടെ ചോദ്യം. മത്സരശേഷം പ്രസ് മീറ്റിംഗിൽ ജോസ് ബട്ട്ലർ ഇതിനെ സംബന്ധിച്ച് ICCയുടെ റൂൾ എന്താണെന്ന് വ്യക്തമാക്കുകയും ഇതിനൊരു ക്ലാരിറ്റി മാച്ച് റഫറി നൽകണമെന്ന് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ആരോപണം ടീം ഇന്ത്യയുടെ മേൽ പലരും വെച്ചുകെട്ടിയപ്പോൾ അതിനു മറുപടിയായി ഇന്ത്യയുടെ അസിസ്റ്റന്റ് കോച്ചാകുന്ന മോണെ മോർക്കൽ പറഞ്ഞത് ഇങ്ങനെ: ഞങ്ങളല്ല കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് താരത്തെ തീരുമാനിക്കേണ്ടത്, അത് തീരുമാനിക്കേണ്ടത് മാച്ച് റഫറിയാണ്. ശിവം ദൂബെക്ക് ഫീൽഡിങ്ങിനിറങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് പകരമായി ഒരു കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന നിലക്ക് ഒരു താരത്തിന്റെ പേര് മാച്ച് റഫറിക്ക് നൽകണം. അത് അപ്രൂവ് ചെയ്യാനുള്ള തീരുമാനമെടുക്കേണ്ടത് മാച്ച് റഫറിയുമാണ്. ഞങ്ങൾ ഹർഷിത് റാണയുടെ പേര് നൽകിയപ്പോൾ മാച്ച് റഫറി അത് അപ്രൂവ് ചെയ്തു. അതിനാലാണ് അദ്ദേഹത്തെ കളിക്കാൻ ഇറക്കിയതും ബൗളിംഗ് ഏൽപ്പിച്ചതും. ഇതാണ് മോർക്കൽ പറഞ്ഞതിന്റെ ചുരുക്കം. ICCയുടെ റൂൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ എന്തുകൊണ്ടാണ് മാച്ച് റഫറി ജവഗൾ ശ്രീനാഥ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു അപ്രൂവൽ നൽകിയത്? ICCയുടെ ക്ലോസ് 1.2.7.4 പ്രകാരം തന്നെ പ്രസ്താവിക്കുന്നത് കൺകഷൻ റീപ്ലേസ്മെന്റായി വരുന്ന താരം കൺകസ്റ്റായ താരത്തിന് സമാനമായ ഒരു കളിക്കാരനായി പരിഗണിക്കണമോ എന്ന് വിലയിരുത്തുമ്പോൾ മസ്തിഷ്കാഘാതം സംഭവിച്ച കളിക്കാരൻ ശേഷിക്കുന്ന സമയത്ത് വഹിച്ചേക്കാവുന്ന റോൾ എന്താണോ അത് തന്നെയാണ് മാച്ച് റഫറി ഇവിടെയും നോക്കിയിട്ടുള്ളത്. ICC മാച്ച് റഫറി പരിഗണിക്കേണ്ട റോൾ കളിയുടെ ശേഷിക്കുന്ന സമയത്തെ കളിക്കാരന്റെ റോളായതിനാൽ റാണയ്ക്ക് ബൗൾ ചെയ്യാനും ഫീൽഡ് ചെയ്യാനും കഴിയുന്നതിനാൽ പകരക്കാരനാകാൻ അദ്ദേഹത്തെ അനുവദിച്ചു. ശിവം ദൂബെ തുടർന്നിരുന്നെങ്കിൽ അദ്ദേഹം നിർവഹിക്കാമായിരുന്ന അതേ റോൾ തന്നെയാണ് ഹർഷിത് റാണയും നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് കളിക്കാരും പേസർമാരാണ് എന്നതാണ് ലൈക്ക് ഫോർ ലൈക്ക് പ്ലെയർ എന്ന വശത്തിനുള്ള കൂടുതൽ പിന്തുണ നൽകി ഈയൊരു റീപ്ലേസ്മെന്റിന് മാച്ച് റഫറി അംഗീകാരം നൽകിയതും.